എവ്രിബഡി, എല്ലാവർക്കും ഹായ്. ഇത് നിങ്ങളുടെ സംഗീത ഇൻസ്ട്രക്ടർ എസ്ര വില്യംസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പാഠ വീഡിയോകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പാഠത്തിൽ സരസ്വതി വീണ തെലുങ്ക്, സരസ്വതി വീണ കന്നഡ, സരസ്വതി വീണ തമിഴ്, സരസ്വതി മലയാളം. സരസ്വതി വീണ ഒരു പുരാതന ഇന്ത്യൻ പർച്ചെടുത്ത വീണയാണ്. ഹിന്ദു ദേവതയായ സരസ്വതിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സാധാരണയായി വാദ്യം പിടിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. രഘുനാഥ വീണ എന്നും അറിയപ്പെടുന്ന ഇത് കർണാടക ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സരസ്വതി വീണ തെലുങ്ക്, സരസ്വതി വീണ കന്നഡ, സരസ്വതി വീണ തമിഴ്, സരസ്വതി മലയാളം. സരസ്വതി വീണ ഒരു പുരാതന ഇന്ത്യൻ പർച്ചെടുത്ത വീണയാണ്. ഹിന്ദു ദേവതയായ സരസ്വതിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സാധാരണയായി വാദ്യം പിടിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. രഘുനാഥ വീണ എന്നും അറിയപ്പെടുന്ന ഇത് കർണാടക ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കുടുംബത്തിലെ വീണയുടെ ദക്ഷിണേന്ത്യൻ രൂപത്തിൽ വീണ കുടുംബത്തിലെ അംഗമായ വീണയ്ക്ക് നിരവധി സംഗീതജ്ഞർ വീണൈ ധനമ്മാൾ, എസ് ബാലചന്ദർ, ചിറ്റി ബാബു, കൽപകം സ്വാമിനാഥൻ, ഇ ഗായത്രി, ജയന്തി കുമരേഷ്, രാജേഷ് വൈദ്യ, പുണ്യ ശ്രീനിവാസ്. ശബ്ദ സാമ്പിൾ ദൈർഘ്യം 4 മിനിറ്റും 34 സെക്കൻഡും ദൈർഘ്യമുള്ള ആൽബം. വീണ രാജറാവുവിന് ആദരാഞ്ജലികൾ. വീണ രാജറാവു. ചിത്ര കൂടുതൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ. ഇന്നത്തെ 4 പ്രധാന വീണകളിൽ ഒന്നാണ് സരസ്വതി വീണ. ചിത്രവീണ, വിചിത്രവീണ, രുദ്രവീണ എന്നിവയാണ് മറ്റുള്ള. ഇതിൽ രുദ്ര, വിചിത്ര വീണകൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നു. അതേസമയം സരസ്വതി വീണയും ചിത്രവീണയും ദക്ഷിണേന്ത്യയിലെ കർണാടക സംഗീതത്തിൽ കൂടുതലായി. കുമരേഷ്, രാജേഷ് വൈദ്യ, പുണ്യ ശ്രീനിവാസ്. ശബ്ദ സാമ്പിൾ ദൈർഘ്യം 4 മിനിറ്റും 34 സെക്കൻഡും ദൈർഘ്യമുള്ള ആൽബം. വീണ പിടിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങളും ഇടതുകൈ എങ്ങനെ പൊസിഷനിംഗ് ചെയ്യാമെന്നും പഠിപ്പിക്കുന്ന 2ാം പാഠത്തിനായി കാത്തിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളുടെ സംഗീത പരിശീലകൻ എസ്ര വില്യംസ് ആണ്. ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള അറിയിപ്പ് ബെൽ അമർത്തുക. അടുത്ത വീണ പാഠ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഗൈസ്.